നമ്മൾ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനുമായി സാധിക്കണം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഏഷ്യ മൈനറിലെ 7 സഭകളിൽ അവസാനത്തേതായ ലവുദിക്കിയ സഭയ്ക്കുള്ള സന്ദേശത്തിലാണ് കർത്താവ് ഈ വാക്യം പറയുന്നത്. കർത്താവ് ഈ സഭയെ പറ്റി എടുത്തു പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ കാണാം. ഞാൻ ധനവാനും സമ്പന്നനുമായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. അവിടെ കമ്പിളിയും വസ്ത്രങ്ങളുമൊക്കെ നിർമ്മിച്ച് വ്യവസായം ചെയ്തിരിക്കുന്നു. ബാങ്കിങ് ബിസിനസ്സും അവിടെ ശക്തമായിരുന്നു. ഈ കാരണങ്ങളാൽ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഉണ്ടായിരുന്നു. അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെയും നിലയിലേക്ക് അതുകൊണ്ട് ഉയർന്നു. അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഇപ്രകാരമാണ്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനും അല്ല. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. മറ്റ് സഭകളെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ ചില വാക്കുകൾ ഉയർത്തിക്കാണിച്ച ശേഷമാണ് അവരുടെ പോരായ്മകൾ പറയുന്നത്. എന്നാൽ ഈ സഭയെപ്പറ്റി സന്തോഷത്തിൻ്റെ വാക്കുകൾ ഒന്നും പറയാനില്ല. An honest atheist is more acceptable to them than a self-satisfied religious man. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അന്വേഷിച്ചു വരുന്ന കർത്താവിനെയാണ് ഇവിടെ കാണുന്നത്. ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ അന്തസത്ത അതാണ്. ഇതര മതങ്ങളിലൊക്കെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പ്രയാണം ചെയ്യുകയാണ്. ഹൈന്ദവ സിദ്ധാന്തത്തിൽ ഭക്തി, ജ്ഞാനം, കർമ്മം എന്നീ വഴികളിലൂടെ എല്ലാം സത്യമായ ഈശ്വരനെ പ്രാപിക്കുവാൻ മനുഷ്യൻ പരിശ്രമിക്കുകയാണ്. I seek whom I do not know, by what name to call him. ഇത് ഭാരതീയ ദാർശനികന്റെ വാക്കുകളാണ്. എന്നാൽ ഇവിടെ മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവത്തെ കാണാം. ചുങ്കക്കാരൻ സക്കായി യേശുവിനെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു. I want to see Jesus Christ. അതിനുണ്ടായ തടസ്സങ്ങളെ അകറ്റുവാൻ ഒരു വൃക്ഷത്തിൽ സക്കായി കയറി. Why? എന്തുകൊണ്ട് അവൻ വൃക്ഷത്തിൽ കയറി? I am short. ഞാൻ ആളിൽ കുറിയവനെന്ന് ഉള്ള ബോധം സക്കായിയുടെ ജീവിതത്തിൽ ഭരിച്ചു. ഈ വചനം കേൾക്കുമ്പോൾ ആ സക്കായിയെ പോലെ ഞാൻ ആളിൽ കുറിയവനാണ്, എനിക്ക് ദൈവത്തെ കാണണം, I want to see Jesus Christ എന്നുള്ള ചിന്തയായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് അവൻ അത്തിവൃക്ഷത്തിൽ കയറിയത്. അതിനുണ്ടായ തടസ്സങ്ങളെ അകറ്റുവാൻ ഒരു വൃക്ഷത്തിൽ സക്കായി കയറി. അതുവഴി വരുന്ന യേശുവിനെ കാണുവാൻ ശ്രമിച്ചു. യാത്രയിൽ അത്തിയുടെ ചുവട്ടിലെത്തിയ യേശു നേരെ മുകളിലേക്ക് നോക്കി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ സക്കായിയെ കുറിച്ച് വളരെ വ്യക്തമായി കാണാം. ഭവന ഉദാശ ചെയ്യുമ്പോഴും ഇത് കാണുന്നുണ്ട്. അവൻ ശുൽക്കക്കാരുടെ പ്രമാണിയും ധനവാനുമായിരുന്നു. ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. ഇവൻ യെരിഹോയുടെ മുഴുവൻ അധികാരിയായ ടാക്സ് കമ്മീഷണറായിരുന്നു. യേശുവിനെ കാണുവാനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് കാട്ടത്തിയിൽ കയറി. കാട്ടത്തി എന്ന് പറയുന്നത് വലിയ വൃക്ഷമൊന്നുമല്ല, നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട് ഈ കാട്ടത്തി.
ചെറിയ വൃക്ഷം, നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളും ആ കാട്ടത്തി വൃക്ഷത്തിൽ കയറിയിരിക്കും. അപ്പം നമുക്ക് ഊഹിക്കാൻ ഈ സക്കായി ആരായിരുന്നുവെന്ന്. ഒരു ചെറിയ മനുഷ്യൻ. അവൻ ചെറിയ മനുഷ്യനായതുകൊണ്ടാണ് ഈ കാട്ടത്തി വൃക്ഷത്തിൽ കയറിയത്. ഇന്ന് ഈ രാത്രിയിൽ ഈ കൺവെൻഷൻ വന്ന് പങ്കെടുക്കുമ്പോൾ മനസ്സിലെ താല്പര്യം എന്തെല്ലാമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഈ ഒന്നാം ദിവസം രാത്രിയിൽ കർത്താവ് നമ്മുടെ ഹൃദയവാതിൽ വന്ന് മുട്ടുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന ശബ്ദം കേൾക്കുവാനും അതനുസരിക്കുവാനും സാധിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങൾ ഓരോ ദിവസവും ഹൃദയങ്ങളിൽ മുട്ടുന്ന രീതിയിലാകണമെങ്കിൽ നമ്മുടെ താല്പര്യം എപ്രകാരമാണെന്ന് ചിന്തിക്കണം. നാം ജനിച്ച കാലം മുതൽ കൺവെൻഷൻ കേൾക്കാറുണ്ട്, പ്രസംഗം കേൾക്കാറുണ്ട്. ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ച കാലം മുതൽ സ്തേഫാനോസ് സഹതായെ പറ്റി നാം പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ഇന്നു മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കുവാൻ കഴിയണം. വാതിൽ തുറക്കണം. പുരുഷാര നിമിത്തം അവൻ യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ അത്തിവൃക്ഷത്തിൽ കയറിയത്. അവൻ ആളിൽ കുറിയവനായിരുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് പുരുഷാരം കൊണ്ട് അവൻ യേശുക്രിസ്തുവിനെ കാണാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് അവൻ അത്തിവൃക്ഷത്തിൽ കയറിയത്. ഇവിടെ നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾ വരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയാതെ വീടുകളിൽ വരുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയണം. സക്കായി ഒന്ന് തീരുമാനിച്ചു, എനിക്ക് യേശുവിനെ കാണണം. ഐ വാണ്ട് ടു സീ ജീസസ് ക്രൈസ്റ്റ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്രകാരമാണ്? ഇന്നും യേശുവിനെ കാണുന്നതിന് പലർക്കും കഴിയുന്നില്ല. കാരണം മറ്റുള്ളവർ ഇടം മാറിക്കൊടുക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47-48 വാക്യങ്ങളിൽ അത്തിയുടെ കീഴിലിരുന്ന് നഥാനിയേലിനെ കർത്താവ് കണ്ടെത്തിയതുപോലെ ഇവിടെ അത്തിയുടെ മുകളിലിരിക്കുന്ന സക്കായിയെ കർത്താവ് കണ്ടെത്തുന്നു. ആകാംക്ഷയോട് യേശുവിനെ കാണുവാൻ കാത്തിരുന്ന സക്കായിയെ കണ്ടു. അവനെ പേർ ചൊല്ലി വിളിച്ചു. എന്താ വിളിച്ചതെന്നറിയാവോ? സക്കായിയെ, നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടിയിരിക്കുന്നു. അവൻ ബന്ധപ്പെട്ടിറങ്ങിയെന്നാ പറയുന്നത്. ചുമ്മാ അത് ദൈവത്തെ കാണാൻ കഴിയത്തില്ല. അവൻ ബന്ധപ്പെട്ട് താഴേക്ക് ഇറങ്ങി ദൈവത്തെ ദർശിക്കുവാൻ. ഇവിടെ നടക്കുന്ന ഓരോ യോഗത്തിലും വരുമ്പോൾ അടുത്ത് നിൽക്കുന്നവർ നിങ്ങളുടെ മനസ്സിനെ അറിയുന്നില്ലെങ്കിലും കർത്താവ് നിങ്ങളുടെ മനസ്സിനെ അറിഞ്ഞ് പേർ ചൊല്ലി വിളിക്കുന്നവനാണ്. പൗലോസിനെ പേർ ചൊല്ലി ശൗലേ ശൗലേ എന്ന് വിളിച്ച് പൗലോസാക്കി. സക്കായിയെ ദൈവം പേർ വിളിച്ചു. ഖായിനെ ഖായിനെ, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ദൈവം പേർ ചൊല്ലി വിളിച്ചു. അപ്പം ഖായിൻ എന്താ പറഞ്ഞു? ഞാൻ എൻ്റെ സഹോദരൻ്റെ വാതിൽ കാവൽക്കാരനാണോ? അപ്പൊ എന്താ പറഞ്ഞേ? നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നുവെന്ന് ദൈവം തമ്പുരാൻ പറയുക. ഹാബേൽ വാങ്ങിപ്പോയതാ, മരിച്ചുപോയതാ, എന്നിട്ടും അവിടെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു എന്നാ പറഞ്ഞ്. ഓരോ വചന കേൾവിയിലും കർത്താവിനെ കാണുവാനും ഹൃദയവാതിൽ തുറന്നു കൊടുക്കുവാനും താല്പര്യമുണ്ടാകണം. സക്കായി കോരിത്തരിച്ചുപോയി. കാരണം താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആൾ തന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. അതുതന്നെയുമല്ല, അവന്റെ വീട്ടിലേക്ക് അതിഥിയായി എത്തുമെന്നുള്ള വാഗ്ദാനവും ലഭിച്ചു. ചുങ്കക്കാരൻ എന്ന നിലയിൽ താൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാണ്. മറ്റൊരു യഹൂദൻ തൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല. പക്ഷെ ഈ
ദൈവപുത്രൻ സ്നേഹത്തോടെ അവൻ്റെ ഭവനത്തിലെത്തി. യേശു മനഃപൂർവ്വമായി അവനെ മേലോട്ട് നോക്കി വിളിച്ചില്ലായിരുന്നെങ്കിൽ അവന് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നില്ല. നാം ഏതവസ്ഥയിലായിരുന്നാലും നമ്മെ കാണുന്നൊരു ദൈവമുണ്ട് എന്ന് നാം ചിന്തിക്കണം. എപ്പോഴും നാം ഒരുപക്ഷെ അകലങ്ങളാണെന്ന് സ്വയം വിചാരിക്കാം, എന്നാൽ കർത്താവ് നമ്മുടെ അടുത്തുണ്ട് എന്ന് നാം കരുതണം. കർത്താവ് സക്കായിയുടെ കൂടെ അവൻ്റെ ഭവനത്തിലെത്തി. ആ സന്ദർശനം സക്കായിയുടെ മാനസാന്തരത്തിന് കാരണമായി. ഇവനും അബ്രഹാമിൻ്റെ മകനായതിനാൽ ഇന്ന് ഈ ഭവനത്തിൻ്റെ രക്ഷയുണ്ടായി. കാണാതെ പോയതിനെ അന്വേഷിച്ച് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ലോകത്തിൽ യേശുവിനെ കാണുവാൻ ഇടം കൊടുക്കാത്ത ജനത്തിൻ്റെ മുമ്പിൽ ഒരു കാട്ടത്തി സക്കായിക്കും ഇടം നൽകി. യെശയ്യാ പ്രവാചനം 65 അധ്യായം 1 പറയുന്നു, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. ഈ വാക്യം സക്കായിക്കും ബാധകമായി. സുവിശേഷങ്ങളിൽ യേശു ക്ഷണിക്കപ്പെടാതെ സ്വയം ഒരു അതിഥിയായി മാറുന്നത് ഈ ഭാഗത്ത് മാത്രമാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് തിന്മകളുടെ മാർഗത്തിൽ മുന്നേറുന്ന ഓരോ വ്യക്തിയെയും സ്നേഹമുള്ള കർത്താവ് തേടി വരുന്നു. യേശുവിനെ കണ്ടെത്തുന്നവരുടെ ചിന്താഗതി മാറുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് സക്കായി. ചതിവായി വല്ലതും വാങ്ങിയാൽ മുതലിനോട് 5 കൂട്ടിക്കൊടുത്താൽ മതിയെന്ന് സംഖ്യാപുസ്തകം 5 അധ്യായം 7 പറയുന്നുണ്ടെങ്കിലും അവൻ 4 ഇരട്ടിയാണ് മടക്കിക്കൊടുത്തത്. ശരിയായ മാനസാന്തരത്തിൻ്റെ ഒരു ഉദാഹരണമാണത്. ടേണിംഗ് ഫ്രം സിൻ ആൻഡ് ടേണിംഗ് ടു ഗോഡ്. പാപത്തിൽ നിന്ന് ദൈവത്തിലേക്ക് നോക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സക്കായിയുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് നോക്കി. അവൻ എന്ത് ചെയ്തു? അന്യായമായി സമ്പാദിച്ചത് 4 ഇരട്ടിയായി വിട്ടുകൊടുത്തു എന്നാ പറയുന്നത്. അതാ മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാകുന്നില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്നത് പാപങ്ങളുടെ കൂടെ ഉള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപങ്ങൾക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകണം. 2 കരങ്ങളിലും അനുഗ്രഹമായിട്ടാണ് കർത്താവ് വാതിൽ മുട്ടുന്നത്. അവിടുന്ന് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ജീവിതമാറ്റം സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെ അനുഭവമായിരിക്കും. വാതിൽ തുറക്കുവാനുള്ള അധികാരം നമുക്ക് വിട്ടു തന്നിരിക്കുന്നു. വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറുവാൻ അവിടുന്ന് ശ്രമിക്കുന്നില്ല, മുട്ടുക മാത്രം ചെയ്യുന്നു. തുറക്കുന്നതിനുള്ള അവസരം നമുക്ക് തരുന്നു. അവിടുന്ന് ഹൃദയവാതിൽ കൂടി പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ശ്രദ്ധയുണ്ടായിരിക്കണം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായി കാണണമെന്ന് പറയുന്നു. ഒരു വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വചനം വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പ്രസംഗം ശ്രദ്ധിക്കുമ്പോഴും ദൈവശബ്ദം കേൾക്കാൻ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം. കേട്ടാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രതികരിക്കുകയും വേണം. ശബ്ദം കേട്ട് വാതിൽ തുറക്കണം. അതിന് ഈ കൺവെൻഷൻ യോഗങ്ങളിലൂടെ കഴിയണം. ശമൂവേൽ ബാലൻ ദേവാലയത്തിൽ വെച്ച് ദൈവത്തിൻ്റെ വിളി കേട്ടപ്പോൾ സ്വയം സമർപ്പിച്ചു. ദൈവമാതാവും ദൈവഗതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാന നാം അനുഭവിക്കുമ്പോൾ കർത്താവ് നമ്മിലേക്ക് എഴുന്നള്ളി നമ്മളുമായി കൂട്ടായ്മ വരുത്തുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് എന്ന് പറയുന്നതിലൂടെ അവിടുന്ന് ആരെയും ജാതിയുടെയും വർഗത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നില്ല. അവിടുത്തെ ക്ഷണം എല്ലാവർക്കുമുള്ളതാണ്. ഇന്ന് ഈ പന്തലിന്റെ ഉള്ളിലും കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാകുന്നു. ജീവിതം
അർത്ഥപൂർണവും സന്തോഷവും അനുഗ്രഹവും സമാധാനവും നിറഞ്ഞതാകാൻ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാകുന്നു.